മാഡം, ആർത്തവത്തിന് അവധിയൊക്കെ പ്രഖ്യാപിക്കണ ഈ കാലത്ത് നമുക്കൊന്ന് മെൻസ്ട്രൽ പ്രൊഡക്ട്സിന്റെ റേറ്റിംഗ് ചെയ്താലോ? ഓ ഷുവർ. റിയൂസബിൾ ക്ലോത്ത് പാഡ്. റിയൂസബിൾ ക്ലോത്ത് പാഡ്സിന് നമുക്കൊരു 6/10 കൊടുക്കാം. അതായത് എബ്സോർപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും. ആൻഡ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണ്. പീരിയഡ് പാൻറ്റീസ്. പീരിയഡ് പാൻറ്റീസിന് നമുക്കൊരു 8/10 കൊടുക്കാം. റിയൂസബിൾ ആണ്, നല്ല അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്, സ്പോർട്സ്, ട്രാവൽ എന്നിവയുള്ള സമയത്ത് പീരിയഡ് പാൻറ്റീസ് ആർ എ ഗുഡ് ചോയ്സ്. സാനിറ്ററി പാഡ്സ്. യെസ്, സാനിറ്ററി പാഡ്സ്. സാനിറ്ററി പാഡ്സ് ആണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്ര മെൻസ്ട്രൽ കപ്പിലേക്ക് മാറാൻ പറഞ്ഞാലും സാനിറ്ററി പാഡ്സ് ആണ് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 5 to 6/10 ആണ് ഞാൻ കൊടുക്കുക. ആൻഡ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ സാനിറ്ററി പാഡിനും ഞാൻ വേണമെങ്കിൽ റേറ്റിംഗ് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വിസ്പർ ഒക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്, ജസ്റ്റ് ഒരു 5/10. അബ്സോർപ്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും റാഷ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ സ്റ്റേ ഫ്രീ മാഡം? സ്റ്റേ ഫ്രീ വിസ്പർ വെച്ച് നോക്കുമ്പോൾ ഒരു 6/10 കൊടുക്കാം. കാരണം കോട്ടൺ ലൈനിങ് ആണ്, അപ്പം കുറച്ചുകൂടെ റാഷുകൾ ഉണ്ടാവുന്നത് കുറവാണ്, പക്ഷെ സ്റ്റിൽ ഇറ്റ് വിൽ ബി ദെയർ. പക്ഷെ അബ്സോർപ്ഷൻ ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ നമുക്ക് നുവാമോം എന്ന് പറഞ്ഞൊരു പാഡ് ഉണ്ട്. അത് കുറച്ചുകൂടെ സ്കിൻ ഫ്രണ്ട്ലി ആണ്, റാഷസ് കുറവാണ്, പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഓരോ സൈസസിൽ അവൈലബിൾ ആണ്, അബ്സോർപ്ഷൻ അത്യാവശ്യമുണ്ട്. സോ ഐ വുഡ് ഗിവ് അബൌട്ട് 8/10. സോഫി ഒക്കെ നല്ലതാണോ മാഡം? ഒരു 5/10 ആണ് സോഫിക്ക് കൊടുക്കുക. കാരണം ഫ്രേഗ്രൻസ് ഉള്ളതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നിന് ഒട്ടും പറ്റില്ല, അബ്സോർപ്ഷൻ കുറവാണ്, റാഷസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ കാർമെസി കോസ്റ്റ് കുറച്ച് ഓൺ ദ ഹയർ സൈഡ് ആണ്. ആൻഡ് നമുക്ക് അബ്സോർപ്ഷനും കൂടുതലുണ്ട്, കസ്റ്റമൈസബിൾ ആണ്, ഓരോ സൈസിൽ പാഡ്സ് അവൈലബിൾ ആണ്. സോ കാർമെസി ഇസ് എ ഗുഡ് ചോയ്സ്, ഒരു 8/10. പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയ വേറെ സാനിറ്ററി പാഡ്സ് ആണ് ഫെമിനൈൻ, പി സേഫ് ഒക്കെ. ഇതും നല്ല ഓപ്ഷൻസ് ആണ്, നമുക്കൊരു 7/10 വരെ കൊടുക്കാവുന്നതാണ്. അപ്പോ ഈ ടാമ്പോൺസോ മാഡം? ടാമ്പോൺസ് എന്താന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ നല്ലോണം യൂസ് ചെയ്തിരുന്നതായിരുന്നു, പക്ഷെ അബ്സോർപ്ഷൻ ഉണ്ടെങ്കിലും ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലാണ്. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നിവയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മെൻസ്ട്രൽ കപ്പോ? യെസ്, ദ അൾട്ടിമേറ്റ് വിന്നർ. 10/10. എക്കോ ഫ്രണ്ട്ലി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഒരു മെൻസ്ട്രൽ കപ്പിന് 2 to 3 years യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് പല സൈസസിൽ അവൈലബിൾ ആണ്. ആകെ മെൻസ്ട്രൽ കപ്പിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് കർവ് കുറച്ച് കൂടുതലാണ്. അതായത് വൺസ് അത് വെക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും സാനിറ്ററി പാഡ്സോ നാപ്കിൻസോ ഒന്നും ആ ഭാഗത്തേക്കേ പോവില്ല. സോ ഇത്രയും റേറ്റിംഗ് വെച്ച് മെൻസ്ട്രൽ കപ്പാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ചോയ്സ് ആവേണ്ടത്. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് വിന്നറായ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചും ധാരാളം മിത്തുകളും ഉണ്ട്. കാരണം മെൻസ്ട്രൽ കപ്പ് യൂട്രസിന്റെ ഉള്ളിലേക്ക് കയറി പോവാവോ, മെൻസ്ട്രൽ കപ്പ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ മൂത്രം ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ആൻഡ് ലാസ്റ്റ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ യൂട്രസ് ഇറങ്ങി വരാനും മൂത്രസഞ്ചിയൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്.